ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ മിസ്റ്റർ എക്സ് എന്ന സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളായി തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു വോയിസ് ഓവറിലൂടെ ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ കുറേ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ വെപ്പൺസ് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി ഹിമാലയത്തിനടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഒളിപ്പിച്ചു വെക്കാനാണ് പ്ലാൻ. ഈ ന്യൂക്ലിയർ വെപ്പന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് 7 ക്യാപ്സ്യൂളുകളുണ്ട്. അതായത് 7 ബോംബുകളായിട്ട് ഇതിനെ ഉപയോഗിക്കാം. ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഉരുൾപൊട്ടൽ പോലെ, അതായത് വലിയൊരു മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്നു. അയ്യോ, മഞ്ഞ് വരുന്നതിന് നമ്മൾ രക്ഷപ്പെടണമെന്ന് കരുതി എല്ലാവരും ജീവനും കൊണ്ട് ഓടുകയാണ്. എന്നാൽ ആ മഞ്ഞിൽ ഈ ന്യൂക്ലിയർ വെപ്പൺ എവിടെ പോയെന്ന് ആർക്കും ഒരു പിടിയില്ല. ഇവിടെ ന്യൂക്ലിയർ വെപ്പൺ ഉള്ള കാര്യം പല രാജ്യക്കാർക്കും അറിയാൻ കഴിയുന്നു. ഇപ്പോൾ പല രാജ്യക്കാരും ആ ന്യൂക്ലിയർ വെപ്പൺ എടുക്കണം, നമ്മളത് ഉപയോഗിക്കണം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നു. വൈകാതെ തന്നെ തമിഴ്നാട്ടിൽ ഒരു കാര്യം നടക്കാൻ പോകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പല രാജ്യക്കാരും ഈ സ്ഥലത്തേക്ക് വരാൻ പോകുന്നു. ഒരു ഡിസ്കഷൻ പോലെ നടക്കാൻ പോവാണ്. ബാക്കി രാജ്യങ്ങളിലൊക്കെ ഇത് നടന്നിട്ടുണ്ട്, ഇത്തവണ ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. പുള്ളിയുടെ പേര് ഗൗതം എന്നാണ്. വളരെ നേരം വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു നിർത്താൻ ഇയാൾക്ക് കഴിയും. അതിനുള്ള പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് പുള്ളി കരയിലേക്ക് വരികയാണ്. അപ്പോഴാണ് പുള്ളിയുടെ സീനിയറായ ലേഡിയുടെ അടുത്ത് നിന്ന് ഒരു വിവരം കിട്ടുന്നത്. ആ സീനിയർ ലേഡിയുടെ പേര് ഇന്ദിര എന്നാണ്. അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഹവാല ട്രാൻസാക്ഷൻ നടക്കാൻ പോകുന്നുണ്ട്, അതെങ്ങനെയെങ്കിലും നീ സ്റ്റോപ്പ് ചെയ്യണം, ആ കാശ് നമ്മുടെ കൈ കിട്ടണം എന്നവർ പറയുന്നു. ശരി, എനിക്കൊരു ടീമിനെ വേണം എന്ന് ഗൗതം പറയുന്നുണ്ട്. പുള്ളിയുടെ ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് പേരുണ്ട്. അവരെ എല്ലാവരെയും ചേർത്ത് ഒരു ടീം ഫോം ചെയ്യുന്നു. ഹവാല ഡീലിംഗ് സാധാരണയായി കീറിയ നോട്ടിന്റെ പകുതി വെച്ചിട്ടാണല്ലോ ചെയ്യുക. ഗൗതം എന്ത് ചെയ്യുന്നു വെച്ചാൽ പകുതി നോട്ടും കൊണ്ടുവരുന്നവനെ അറ്റാക്ക് ചെയ്യുന്നു. ആ പകുതി നോട്ട് എടുത്ത് കാശ് വാങ്ങാമല്ലോ എന്ന് കരുതി പുള്ളി ആ കടയിൽ വന്ന് കാശ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബോധം കിട്ടുന്നവൻ കണ്ണു തുറക്കുന്നു. വേറെ ആരോ ഉള്ളിൽ കയറിയിട്ടുണ്ട്, ആ കാശ് കൊടുക്കരുത് എന്നൊക്കെ അവൻ പറയുന്നു. അതിനുള്ളിൽ ഹീറോയുടെ ടീം കാശ് വാങ്ങിക്കൊണ്ട് പോയല്ലോ, അതുകൊണ്ട് അവനും ഫൈറ്റ് ചെയ്തത് തിരിച്ചു പിടിക്കാം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഹീറോ ടീമിനൊപ്പമാണല്ലോ വന്നിരിക്കുന്നത്, അതുകൊണ്ട് അവരുടെ കൂടെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ആ കാശ് ഹീറോയുടെ ടീമിന്റെ കയ്യിൽ തന്നെ കിട്ടുന്നു. എന്നാൽ ഹീറോയ്ക്ക് ഇതിൽ ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാമെന്ന് കരുതി ഇവിടെ നിന്ന് ഹീറോയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഹീറോയുടെ ടീമിൽ പുള്ളിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. പുള്ളിയാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇവിടെ ഡോക്ടറായിട്ടുള്ള ആളുടെ പേര് കീർത്തൻ എന്നാണ്. പുള്ളി വന്നത് മുതൽ കീർത്തനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഒരു കാര്യം അറിയുന്നത്. ഈ കീർത്തനയാണ് പുള്ളിയുടെ ഗേൾഫ്രണ്ട്. ശരിക്കും പറഞ്ഞാൽ കീർത്തനയ്ക്ക് ഇയാൾ ഒരു ഏജന്റ് ആണെന്നൊന്നും അറിയില്ല. പുള്ളി റോ ഏജന്റ് ആണെന്ന കാര്യങ്ങളൊന്നും അവൾക്ക് അറിയില്ല. ഇയാൾ എന്തോ സാധാരണ ജോലി ചെയ്യുകയാണെന്നാണ് കീർത്തന വിചാരിക്കുന്നത്. ഇവർ രണ്ടുപേരും പ്രണയിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരൊരുമിച്ച് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ മനോഹരമായി ഒരു പാട്ട് പോലെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. റോ ഏജന്റ് ആയിരിക്കെ തന്നെ ചിലർ വഞ്ചിക്കാറില്ലേ, അതുപോലെ ഒരു ഓഫീസർ മറ്റുള്ളവർക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട്. ഈ കാര്യം ഗൗതമിന്റെ സീനിയറായി ഇന്ദിരയ്ക്ക് മനസ്സിലാവുന്നു. മഞ്ജു വാര്യരാണ് ഈ റോൾ ചെയ്തിരിക്കുന്നത്. അവരും ഈ സ്ഥലത്തേക്ക് വന്ന് ആ വഞ്ചകനെ പിടികൂടുന്നു. നിനക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് പറ, നിന്നെ വിട്ടേക്കാം എന്നവർ പറയുന്നു. പണത്തിനോടുള്ള അത്യാർത്തി കൊണ്ടാണ് ഞാനിത് ചെയ്തത്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ എന്ന് പറഞ്ഞ് അയാൾ വിവരങ്ങൾ കൈമാറുന്നു. ആ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ ചാകട വഞ്ചക എന്ന് പറഞ്ഞ് അവരയാളെ ഷൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ കാമിനി എന്നൊരു ഹൗസ് വൈഫിനെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഇവരുടെ ഹസ്ബൻഡ് നല്ലൊരു ജോലിയിലാണ്. ഇവർക്കൊരു മകനുണ്ട്. ഇപ്പോൾ ഭർത്താവ് മകനെയും വൈഫിനെയും യാത്രയാക്കി ഞാൻ ഇറങ്ങുകയാണ് എന്നൊക്കെ ഭാര്യയോട് സംസാരിക്കുന്നു. സൂക്ഷിച്ചു പോയിട്ട് വാ എന്ന് പറഞ്ഞ് കാമിനിയും എല്ലാവരെയും പറഞ്ഞയക്കുന്നു. അങ്ങനെ അവരെ പറഞ്ഞയച്ചതിന് ശേഷം കാമിനി ഫോൺ എടുത്ത് ഒരാളോട് സംസാരിക്കുകയാണ്. കുറച്ച് ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് അയാളോട് സംസാരിക്കുന്നത്. പുള്ളി ആർമിയിൽ വലിയൊരു പൊസിഷനിലുള്ള ആളാണ്. പുള്ളിയോട് ഫ്ലേർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ നിന്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരാൻ പറയുന്നു. ശരി, അയക്കാമെന്ന് പറഞ്ഞ് ഇവരും ഫോട്ടോസൊക്കെ എടുത്ത് അയാൾക്ക് അയച്ചു കൊടുക്കുന്നു. എന്തോ വലിയൊരു പ്ലാനോട് കൂടിയാണ് ഇവർ ഈ ഓഫീസറോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ആ പ്ലാൻ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പിടിയിട്ടുന്നില്ല. ഇപ്പോൾ ഇന്ദിര പൊന്നുസ്വാമി എന്നൊരു വ്യക്തിയെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. പുള്ളിയോട് ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ 7 ക്യാപ്സ്യൂൾ മിസ്സായി എന്ന് പറഞ്ഞില്ലേ, ആ ക്യാപ്സ്യൂളുകൾ മുഴുവൻ മിസ്റ്റർ എക്സ് എന്നൊരു ഏജന്റാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ സേഫ്റ്റിയിൽ ഇരിക്കുന്ന സമയത്ത് വേറൊരു ടീം അത് അടിച്ചു മാറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവരെ എതിർത്ത് ഈ മിസ്റ്റർ എക്സ് നന്നായി ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ആ ടീമിലുള്ള ബാക്കി ആളുകൾ ചേർന്ന് മിസ്റ്റർ എക്സിനെ ലോക്ക് ചെയ്യുകയും ആ 7 ക്യാപ്സ്യൂളും അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 7 ക്യാപ്സ്യൂൾ ആരുടെ കയ്യിലാണുള്ളതെന്ന് ആർക്കും അറിയില്ല. അവർ വലിയൊരു അറ്റാക്ക് പ്ലാൻ ചെയ്താൽ അത് വലിയ പ്രശ്നമാവും. ആ ക്യാപ്സ്യൂൾ എങ്ങനെയെങ്കിലും നമുക്ക് സ്വന്തമാക്കണം. അതുപോലെ ആ മിസ്റ്റർ എക്സിനെയും രക്ഷിക്കണം. അതിനെ പറ്റിയൊരു ഏജന്റിന്റെ പേര് പറയാൻ അവർ ആവശ്യപ്പെടുന്നു. അപ്പോൾ പൊന്നുസ്വാമി പറയുന്നത് അമരൻ എന്നു പേരുള്ള ഒരാളുണ്ട്, അവൻ ഈ ജോലി കൃത്യമായി ചെയ്യും എന്നാണ്. ശരി, ഈ കാര്യം അമരനെ ഏൽപ്പിക്കാമെന്ന് ഇന്ദിര പറയുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്താൽ പിന്നെ അമരനെയാണ് കാണിക്കുന്നത്. ഗൗതം കാർത്തിക്കാണ് ഈ റോൾ ചെയ്തിരിക്കുന്നത്. ആ മിസ്റ്റർ എക്സിനെയും 7 ക്യാപ്സ്യൂളുകളെയും ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ സ്ഥലം കണ്ടുപിടിച്ച് അമരൻ അവിടേക്ക് വരികയാണ്. വന്ന ഉടനെ അവിടെയുള്ള എല്ലാവരുമായും അവൻ ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുന്നു. അതുപോലെ മിസ്റ്റർ എക്സിനെയും രക്ഷപ്പെടുത്തുന്നു. ഇപ്പൊ മിസ്റ്റർ എക്സും അമരനും കൂടി
ആ വെപ്പൺസും എടുത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. എന്നാൽ മിസ്റ്റർ എക്സ് നീ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ആരെയും മാത്രം പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല, നിന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറ എന്നയാൾ പറയുന്നു. ഞാൻ നിങ്ങളെ പോലെ ഒരു സോൾജറാണ്, റോ ഏജന്റ് ആണ്, അതൊന്നും മനസ്സിലാക്ക് എന്നൊക്കെ അമരൻ പറയുന്നുണ്ട്. എനിക്ക് ആരെയും അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല, നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുന്നവരെ ഞാൻ നിന്നെ വിശ്വസിക്കില്ല എന്ന് മിസ്റ്റർ എക്സ് തീർത്തു പറയുന്നു. നിങ്ങളെ രക്ഷിക്കാനാണ് എന്നെ അയച്ചത്, അതുകൊണ്ടാണ് അവൻ വന്നത് എന്നൊക്കെ അമരൻ വളരെ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ പെട്ടെന്നാണ് അമരൻ തന്നെയാണ് ഇതിലെ വഞ്ചകൻ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ അമരൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട ബാക്കിയുള്ളവരെ കോൾ ചെയ്ത് വരുത്തുന്നു. ഈ കിളവനെ തീർത്തേക്ക് എന്ന് പറഞ്ഞ് മിസ്റ്റർ എക്സിനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് വെപ്പൺസ് എടുത്ത് അമരൻ അവിടെ നിന്ന് മുങ്ങുന്നു. അതായത് പുള്ളി ഒരു ഏജന്റ് ആണെങ്കിലും ഇപ്പോൾ ഒരു വഞ്ചകനായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഗൗതമും കീർത്തനയും മിഷൻ ഇമ്പോസിബിൾ സിനിമ കണ്ട് പുറത്തു വരികയാണ്. ഈ സിനിമയിൽ കാണിക്കുന്ന പോലെ സ്പൈകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, വെറുതെ സീനിന് വേണ്ടി കാണിക്കുന്നതാണ് എന്നൊക്കെ കീർത്തന പറയുന്നുണ്ട്. പുള്ളി തന്നെ ഒരു സ്പൈ ആണല്ലോ, ഇവളെന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇയാൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ താൻ സ്പൈ ആണെന്ന കാര്യം ഗേൾഫ്രണ്ടിനോട് മറച്ചു വെക്കുകയാണല്ലോ, എത്രയും പെട്ടെന്ന് ഗേൾഫ്രണ്ടിനോട് ഈ കാര്യം പറയണം എന്നും പുള്ളി ചിന്തിക്കുന്നുണ്ട്. ഇവർ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരു പെൺകുട്ടിയെ ചില റൗഡികൾ ശല്യം ചെയ്യുന്നുണ്ട്. അത് കാണുന്ന ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് പുള്ളി അവിടെ ചെന്ന് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഫൈറ്റ് ഒക്കെ ചെയ്യുന്നു. രണ്ടുപേരെയും വളരെ കൂളായിട്ട് ഇടിച്ച് താഴെ ഇടുന്നുണ്ട്. ഇത് കാണുന്ന ഗേൾഫ്രണ്ടിന് ചെറിയൊരു ഡൗട്ട് വരാൻ തുടങ്ങുന്നു. ഇയാൾ സാധാരണ ജോലിയല്ല ചെയ്യുന്നത്, വേറെ എന്തോ പ്രധാനപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത് എന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. നീ എന്നോട് സത്യം പറ, എന്താണ് നിന്റെ ജോലി എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പറയാൻ പറ്റില്ല, വൈകാതെ പറയാമെന്ന് പറഞ്ഞ് പുള്ളി അവളെ പറഞ്ഞയക്കുന്നു. ഇപ്പോൾ ഹീറോ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ മിഷനുകളൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഹവാല ഡീലിംഗ് തടയുന്ന ജോലി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഈ ജോലി ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ കീർത്തിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ ജോലി അങ്ങ് വിടാൻ പോവാണ് എന്നൊക്കെ പുള്ളി ഫ്രണ്ടിനോട് പറയുന്നു. അങ്ങനെ കട്ട് ചെയ്താൽ മിസ്റ്റർ എക്സിനെയാണ് കാണിക്കുന്നത്. പുള്ളിയെ കൺട്രോളിൽ വെച്ചിരിക്കുകയാണല്ലോ. അവര് വീഡിയോയിൽ സംസാരിക്കാൻ പറയുന്നു. എന്നെ രക്ഷിക്കേ എന്ന് പറഞ്ഞ് മിസ്റ്റർ എക്സും ഒരു വീഡിയോ സംസാരിച്ച് അയച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് വലിയ വലിയ ആളുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ദിരയ്ക്ക് ഒരു കോഡ് വേർഡ് കിട്ടിയിട്ടുണ്ട്. ആ കോഡ് വേർഡിന്റെ പേര് കാമിനി എന്നാണ്. ഇതിലൂടെയാണ് ശത്രുക്കൾ അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ കാമിനി എന്താണെന്ന് ഡീകോഡ് ചെയ്ത് കണ്ടുപിടിക്കണം എന്നവർ പറയുന്നു. അതുപോലെ മിസ്റ്റർ എക്സിനെ എങ്ങനെയും രക്ഷിക്കണമെന്നും പറയുന്നു. നേരത്തെ അമരൻ എന്ന പേരുള്ള ഒരാളെ പറഞ്ഞയച്ചല്ലോ, അവന്റെ അടുത്തുനിന്ന് വിവരമൊന്നും വന്നിട്ടില്ല. ഒരുപക്ഷെ അമരൻ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും എന്ന് അവരും ചിന്തിക്കുന്നു. വേറെ ആരെങ്കിലും പറഞ്ഞയക്കണം എന്നൊക്കെ അവർ ആലോചിക്കുകയാണ്. ഇപ്പോൾ അമരൻ പോയി കാമിനിയെ മീറ്റ് ചെയ്യുന്നു. ഇവരുടെ യഥാർത്ഥ പേര് നിർമ്മല എന്നാണ്. എന്നാൽ ഇപ്പോൾ കാമിനി എന്ന പേരിൽ വളരെ ശാന്തമായൊരു ജീവിതം നയിക്കുകയാണ്. അമരൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ആ ക്യാപ്റ്റനെ നീ പറ്റിച്ചില്ലേ, അയാളുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് ആ കോഡ് വാങ്ങണം, അതുപോലെ എനിക്ക് വേണ്ട ചില ആളുകൾക്ക് ഫേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കി ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരണം എന്നവൻ പറയുന്നു. ഈ ജോലിയൊക്കെ ചെയ്യാൻ ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നെ വെറുതെ വിട് എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. ഈ ജോലി മാത്രം നീ തീർത്തതാ, ഞാൻ നിന്നെ വിട്ടേക്കാം, നിനക്ക് സമാധാനമായി കാമിനി എന്ന പേരിൽ ഒരു ഹൗസ് വൈഫായി ജീവിക്കാം എന്നവൻ പറയുന്നു. ശരി, വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവരും ഇത് സമ്മതിക്കുന്നു. കീർത്തന കല്യാണം കഴിക്കാൻ പോകുന്നത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇയാൾ അത് ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇയാൾ തന്നെ പറയുന്നു, ഞാൻ നിന്നെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാം, അതുപോലെ എൻ്റെ ജോലിയെക്കുറിച്ചും ഞാൻ നിന്നോട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുന്നു. അതിനുള്ളിൽ ആ സ്ഥലത്തേക്ക് ഇന്ദിര വരുന്നു. വന്ന ഇന്ദിര ആരാണെന്ന് മനസ്സിലാക്കാതെ കീർത്തന നോക്കി നിൽക്കുകയാണ്. എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ ചേച്ചിയെ പോലെയാണെന്ന് ഇന്ദിര പറയുന്നു. നിനക്ക് ജോലിക്ക് പോകാൻ സമയമായില്ലേ മോളെ, നീ ഇറങ്ങിക്കോ, ഞാൻ ഇവനോട് സംസാരിക്കാനാണ് വന്നതെന്ന് ഇന്ദിര പറയുന്നു. ശരി എന്ന് പറഞ്ഞ കീർത്തന അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്തോ ജോലി വിടാമെന്ന ഐഡിയയിലാണല്ലേ നീ, ആ ഐഡിയ മാറ്റി വെച്ചേക്ക്, നിനക്കൊരു മിഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇയാളെ ഏൽപ്പിക്കുന്നു. ഇത്രയും നാളെ തരാത്ത മിഷൻ ഇപ്പോൾ എന്തിനാണ് എനിക്ക് തരുന്നത്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്ന് പുള്ളി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അതിന് അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ മിഷൻ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാളെ രക്ഷിക്കുക എന്നതാണ് നിന്റെ ജോലി. ആ മിസ്റ്റർ എക്സ് ആരാണെന്ന് അറിയാമോ, നിന്റെ അച്ഛനായ സൂര്യപ്രതാപാണെന്ന് അവർ പറയുന്നു. എന്ത്, എൻ്റെ അച്ഛനെ രക്ഷിക്കണമെന്നോ? ആ ആളെ കണ്ടാൽ ഞാൻ തന്നെ ഇട്ട് തട്ടും എന്ന ദേഷ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അയാളെ ഒന്നും എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്ന് പുള്ളി പറയുന്നു. രക്ഷിക്കണോ വേണ്ടോ എന്ന് ഇതിന് ശേഷം നീ തന്നെ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. ഇപ്പോഴാണ് പുള്ളി ഫ്ലാഷ് ബാക്ക് ചിന്തിച്ചു നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് അതിഥി എന്ന പേരുള്ള ഒരു അനിയത്തിയുണ്ട്. അച്ഛനാണ് സൂര്യപ്രതാപ്. അച്ഛൻ കുറച്ച് ടെൻഷനിൽ ജീപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിയാതെ ഒരു ചെറിയ പയ്യനെ വണ്ടി അടിച്ച് തെറിപ്പിക്കുന്നു. ആ നാട്ടുകാരുണ്ടല്ലോ വണ്ടി അടിച്ച് തെറിപ്പിച്ചേ എന്ന് പറഞ്ഞ് ഇയാളെ തടഞ്ഞു നിർത്തുന്നു. അതുപോലെ മകനെ നഷ്ടപ്പെട്ട അച്ഛനും അവിടേക്ക് വരുന്നു. എൻ്റെ മകനെ നീ കൊന്നില്ലേ, ഇപ്പോൾ നിന്റെ മകളെയും ഞാൻ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞ് മക്കളെ കാണിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. ഒരച്ഛൻ എന്ന നിലയിൽ മക്കളെ രക്ഷിക്കാൻ പുള്ളി ശ്രമിക്കണമല്ലോ. എന്നാൽ ഈ സൂര്യപ്രതാപ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മക്കൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് കരുതി വണ്ടി എടുത്ത് അവിടെ നിന്ന് മുങ്ങുന്നു. ഇത് കണ്ട് ആ പയ്യൻ ആകെ തകർന്നു പോവാണ്. നമ്മുടെ അച്ഛൻ എന്താ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ആലോചിച്ച് അവൻ വിഷമിക്കുന്നു. സത്യത്തിൽ അവന്മാരെ ഷൂട്ട് ചെയ്യാതെ ഒരു ഘട്ടത്തിൽ ഈ രണ്ട് കുട്ടികളെയും ഉപേക്ഷിച്ചു പോകുന്നു. ഈ ചെറിയ പെൺകുട്ടിക്ക് ഭയങ്കരമായി വിശക്കുന്നുണ്ട്. നീ ഇവിടെ തന്നെ ഇരിക്കെ, ചേട്ടൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവൻ മോഷ്ടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ചോദിച്ചു നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് മോഷ്ടിക്കുന്നത്. അവൻ മോഷ്ടിച്ചതുകൊണ്ട് ആളുകൾ അവനെ ഓടിക്കുന്നുണ്ട്. ചേട്ടൻ എന്ത് പറ്റിയെന്ന് കരുതി അനിയത്തിയും അന്വേഷിച്ച് നടക്കുകയാണല്ലോ.
അതിനിടയിൽ ഇവർ രണ്ടുപേരും വേർപിരിയുന്നു. ചുരുക്കത്തിൽ ഗൗതമിന് തന്റെ അനിയത്തി അതിഥിക്ക് എന്ത് സംഭവിച്ചെന്ന് മുഴുവനായിട്ട് അറിയില്ല. ഇപ്പോൾ പൊന്നുസ്വാമി ഹീറോയെ വിളിച്ച് ഈ മിഷൻ നീ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് ഹീറോ അത് സമ്മതിക്കുന്നുണ്ട്. പൊന്നുസ്വാമിയുടെ വൈഫിന് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ആ സ്ഥലത്തേക്ക് വരും, എന്നാൽ നിങ്ങളാണ് ഫൈറ്റൊക്കെ ചെയ്യേണ്ടത്, ഫൈറ്റിലൊന്നും എന്നെ ഉൾപ്പെടുത്തരുത്, അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പൊന്നുസ്വാമി പറയുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമില്ല, എൻ്റെ ടീമിനെ വെച്ച് ഞാൻ നോക്കിക്കോളാം എന്ന് ഹീറോയും പറയുന്നു. ഇവരൊരു വിദേശ രാജ്യത്തേക്കാണ് പോകാൻ പോകുന്നത്. ആ രാജ്യത്തേക്ക് എത്തുകയാണ്. അവിടെ ഇവരുടെ ആളുകൾ ഉണ്ടാവുമല്ലോ, അവരുമായി ചേർന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നു. ന്യൂക്ലിയർ വെപ്പണും മിസ്റ്റർ എക്സിനെയും അവന്മാരൊരു സ്ഥലത്ത് സേഫായി വെച്ചിരിക്കുകയാണ്. ആ സ്ഥലത്തിനുള്ളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. കാറിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മൾ അടിച്ചു മാറ്റണം എന്ന് ഹീറോ പറയുന്നു. ഇതുകൂടാതെ ആ ആളുകളുണ്ടല്ലോ, അവരൊരു ഹോട്ടലിലാണുള്ളത്. ഹോട്ടലിൽ ഭക്ഷണം കൊടുക്കുന്ന പോലെ ഇവരുടെ ആളുകളിൽ ഒരാൾ ആ സ്ഥലത്തേക്ക് വരുന്നു. ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി കൊടുക്കുന്നു. അവന്മാര് ഒരുപാട് പേര് മയങ്ങി വീഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോലി എളുപ്പമായി. എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്ത് ആ ന്യൂക്ലിയർ വെപ്പൺ നമ്മുടെ കയ്യിലെത്തിക്കണം. അതുപോലെ സൂര്യപ്രതാപിനെ രക്ഷിക്കണമെന്നും പുള്ളി പറയുന്നു. ശരി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരും അത് സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആ ടീമിനെ അറ്റാക്ക് ചെയ്യുന്നു. ആ ടീമിൽ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അവരും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഓടാൻ തുടങ്ങുന്നു. അങ്ങനെ ഇവർ ആ ന്യൂക്ലിയർ വെപ്പൺ സ്വന്തം കൺട്രോളിലാക്കുന്നു. അതുപോലെ കാറിനുള്ളിൽ ആരോ ഇരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അത് സൂര്യപ്രതാപ് തന്നെയായിരിക്കും എന്ന് കരുതി ദേഷ്യത്തോടെ പുള്ളി ആ മാസ്ക് മാറ്റുന്നു. നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയാണുള്ളത്. എന്താണിത്, സൂര്യപ്രതാപ് ഉണ്ടാവുമെന്ന് കരുതിയപ്പോൾ ഒരു പെൺകുട്ടിയാണല്ലോ ഉള്ളത് എന്ന് ഇവരും ചിന്തിക്കുന്നു. ഇപ്പോൾ ആ വെപ്പൺ ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്നതിനുള്ള ഏർപ്പാടുകളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊന്നുസ്വാമിയാണ് അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവർ ആ സ്ഥലത്തേക്ക് വരുമ്പോൾ ഈ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പൊന്നുസ്വാമി ഈ പെൺകുട്ടി ആരാണ്, അപരിചിതയായ ഒരു പെൺകുട്ടിയെ നമ്മൾ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നു. അതിന് ഹീറോ എന്ത് വന്നാലും ഞാൻ ഇന്ദിര മാഡത്തിനോട് സംസാരിച്ചോളാം, തൽക്കാലം നമ്മൾ മിസ്റ്റർ എക്സിനെയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. ശരി എന്ന് പറഞ്ഞ പൊന്നുസ്വാമിയും അത് സമ്മതിക്കുന്നു. അമരന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കി കുറച്ച് പേരെ ഈ പ്രദേശത്തേക്ക് വരുത്തണം എന്നവൻ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ നിർമ്മല അതിനുള്ള ജോലികളൊക്കെ ചെയ്തു തീർക്കുന്നു. ഇപ്പോൾ ഒരു 10-15 പേർ ആ സ്ഥലത്തേക്ക് വന്നിറങ്ങുന്നു. ഫേക്ക് ഐഡന്റിറ്റിയോടെയാണ് ഇറങ്ങുന്നത്. അതുപോലെ ഇവർ പ്രൈവറ്റ് ഫ്ലൈറ്റിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹീറോ ഈ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിക്കുന്നു. ഈ പെൺകുട്ടി സൂര്യപ്രതാപിന്റെ മകളാണെന്ന് അവർ പറയുന്നു. ഇത് കേട്ട പുള്ളി ഭയങ്കരമായി ഞെട്ടിപ്പോവാണ്. അപ്പോൾ നീയാണോ അതിഥി? ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാനാണ് ഗൗതം എന്ന് പുള്ളി പറയുന്നു. ഇവർ രണ്ടുപേരും ചേട്ടനും അനിയത്തിയുമാണെന്ന കാര്യം രണ്ടുപേർക്കും മനസ്സിലാവുന്നു. രണ്ടുപേരും ഭയങ്കര ഇമോഷണലായി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. G20 ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ പ്രധാനമന്ത്രി കുറച്ച് ബിസിയാണ്. ഇപ്പോൾ സമയം കണ്ടെത്തി ഈ ടീമിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവരും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ ഇന്ദിര എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രശ്നമില്ല സർ, ന്യൂക്ലിയർ വെപ്പൺ നമ്മുടെ കയ്യിൽ കിട്ടി, അതുപോലെ മിസ്റ്റർ എക്സിനെയും നമുക്ക് കിട്ടി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ മൂർത്തി എന്ന് പറയുന്ന മറ്റൊരു ഓഫീസർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇവർ പറയുന്ന പോലെയൊന്നും നടന്നിട്ടില്ല, സൂര്യപ്രതാപ് നേരത്തെ തന്നെ കൊല്ലപ്പെട്ടു, അതിന്റെ ഫൂട്ടേജ് പോലും നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഫൂട്ടേജ് കാണിക്കുന്നു. സൂര്യപ്രതാപിനെ നേരത്തെ തന്നെ അവർ കൊന്നിട്ടുണ്ട്. ഹീറോയാണ് ഞാൻ സൂര്യപ്രതാപിനെ കൊണ്ടുപോരുകയാണെന്ന് കള്ളം പറഞ്ഞത്. അത് വിശ്വസിച്ചാണ് ഇന്ദിര സംസാരിച്ചത്. ഇന്ദിര കള്ളം പറയാണ്. ഇനി മുതൽ ഈ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് മൂർത്തി പ്രധാനമന്ത്രിയോട് പെർമിഷൻ ചോദിക്കുന്നു. പ്രധാനമന്ത്രിയും ഇനി മുതൽ മൂർത്തി ഈ കാര്യം നോക്കിക്കോളും, നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട എന്ന് ഇന്ദിരയോട് പറയുന്നു. ഇപ്പോൾ മൂർത്തി വന്ന ടീമിനെ മുഴുവൻ നമ്മുടെ കസ്റ്റഡിയിൽ എടുക്കണം എന്ന് ചിന്തിക്കുകയാണ്. ഇപ്പോൾ ടീം മെമ്പേഴ്സ് എല്ലാവരും പ്രൈവറ്റ് ജെറ്റ് വഴി ആ സ്ഥലത്തേക്ക് വന്നിറങ്ങുന്നു. നോക്കുമ്പോൾ മൂർത്തിയുടെ ടീം അവരെ തന്നെ ലോക്ക് ചെയ്യാണ്. നിങ്ങളെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ലോക്ക് ചെയ്യുന്നു. അപ്പോഴാണ് അവിടെ കറണ്ട് കട്ടാവുന്നത്. അതുപോലെ അമരന്റെ ആളുകൾ ഈ സ്ഥലത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. അമരനെ തിരിച്ച് ഹീറോയുടെ ടീം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമരൻ അനിയത്തിയുടെ കഴുത്തിൽ കത്തിവെക്കുന്നു. ഇവളെ ഞാൻ തീർക്കും, എനിക്ക് ഈ വെപ്പൺ വേണം എന്ന് പറഞ്ഞ് അവൻ ആ വെപ്പൺസ് ഒക്കെ അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്നു. ചെറിയൊരു ഗ്യാപ്പിൽ ഹീറോ അനിയത്തിയെ ലോക്ക് ചെയ്ത് പിടിക്കുന്നു. എനിക്ക് സെന്റിമെന്റ്സ് ഒന്നുമില്ല, ആവശ്യമെങ്കിൽ ഇവളുടെ കഥ ഞാൻ തന്നെ തീർക്കും എന്ന് പറഞ്ഞ് അനിയത്തിയുടെ തോളിൽ ഗൺ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. ഇത് അമരൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും വെപ്പൺ കിട്ടിയല്ലോ, വേഗം ഇവിടെ നിന്ന് മുങ്ങാന്ന് കരുതി അവൻ വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. മൂർത്തിയെ സംബന്ധിച്ച് വന്ന ടീം തന്നെയാണ് നമ്മുടെ ആളുകളെ അറ്റാക്ക് ചെയ്തത് എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. അമരൻ അറ്റാക്ക് ചെയ്തത് പുള്ളിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നിന്റെ ടീം തന്നെയാണ് അറ്റാക്ക് ചെയ്തത്, നിന്റെ ടീം മുഴുവനും തെറ്റുകാരാണെന്ന് പറഞ്ഞ് മൂർത്തി ഇന്ദിരയെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നു. ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇന്നു മുതൽ ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല, ജനങ്ങളെല്ലാം ദുരിതത്തിലാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ സമരം ചെയ്യുകയാണ്. അവിടെയുള്ള ഒരു വ്യക്തി പറയുന്നത് ഇതിലൂടെ ജനങ്ങൾക്ക് നല്ലതേ വരും, അത് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യേ എന്നാണ്. ഇല്ല, ഇതിനകം തന്നെ ഒരുപാട് പേർക്ക് അസുഖം വന്നു, ഇനി ഇവിടെ ഇത് നടക്കാൻ പാടില്ല, ഇത് പൂട്ടണമെന്ന് പറഞ്ഞ് എല്ലാവരും സമരം ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ ദേഷ്യം വന്ന അയാൾ ഇവരെ നോക്കിക്കോ എന്ന് പറഞ്ഞ് പോലീസുകാർക്ക് സിഗ്നൽ കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പോലീസുകാർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സമരം ചെയ്യുന്ന എല്ലാവരെയും ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു. അങ്ങനെ ആക്രമിക്കുന്നതിലും ഷൂട്ട് ചെയ്യുന്നതിലുമായി അവിടെയുള്ള നിരപരാധികളായ ഒരുപാട് പേര് മരിച്ചു പോകുന്നു. ഇതിൽ അമരന്റെ അമ്മയും മരിച്ചു പോകുന്നുണ്ട്. ഇതെല്ലാം അമരന് സ്വപ്നമായി വരുന്നുണ്ട്. പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് അമരൻ ഒരു വില്ലനായി മാറിയത് എന്ന് നമ്മളെ കാണിച്ചു തരുന്നു. പുള്ളി ഒരു ഏജന്റാണ്, എന്നാൽ ഇപ്പോൾ ഒരു വില്ലനായി മാറിയിരിക്കുകയാണ്. ഹീറോ അനിയത്തെ ഷൂട്ട് ചെയ്തു എന്ന് കാണിച്ചല്ലോ, എന്നാൽ അപകടമില്ലാത്ത സ്ഥലത്താണ് അനിയത്തെ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ അനിയത്തിക്കും ആ കാര്യം മനസ്സിലാവുന്നു. ഇതേ സമയം റോ ഏജന്റുമാരെല്ലാവരും
ഇവർ ചീത്ത ആൾക്കാരാണെന്ന് പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പൊന്നുസ്വാമി ഒരു ഐഡിയ പറയുന്നുണ്ട്. ഇവിടെ നിന്ന് പോലീസുകാർ പോകാൻ പോകുന്നുണ്ട്, ആ ഗെറ്റപ്പിൽ നമുക്ക് രക്ഷപ്പെടാം, ഇത് മാത്രമാണ് ഒരേ ഒരു വഴി എന്ന് പുള്ളി പറയുന്നു. ശരി എന്ന് പറഞ്ഞ് ഹീറോയും ടീമും അത് സമ്മതിക്കുന്നു. അങ്ങനെ പോലീസ് ഗെറ്റപ്പിൽ സുരക്ഷ കൊടുക്കുന്ന പോലെ ഇവരും ആ സ്ഥലം ക്രോസ് ചെയ്യുന്നു. ചെക്കിംഗ് കുറവായതുകൊണ്ട് അതിലൂടെ അവർ രക്ഷപ്പെടുന്നു. ന്യൂക്ലിയർ പ്ലാന്റ് ഫാക്ടറിയിലുള്ള ഒരാളെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അയാളെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമരൻ വന്നിരിക്കുന്നത്. അമരൻ ഒരു പ്ലാൻ ഇടുന്നുണ്ടല്ലോ, അതിന് ആ ന്യൂക്ലിയർ പവർ പ്ലാന്റിനുള്ളിൽ കിടക്കണം. ഇയാളെ വെച്ചാണ് ഉള്ളിൽ കിടക്കേണ്ടത്. അതിനാണ് ഇയാളുടെ വീട്ടിൽ വന്നിരിക്കുന്നത്. ഇതിനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പുള്ളി പറയുന്നു. നിന്റെ വൈഫിനെയും മകളെയും ഞാൻ തട്ടിക്കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, നീ കൂട്ടുനിന്നേ തീരൂ എന്ന് പറഞ്ഞ് അമരൻ ഭീഷണിപ്പെടുത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ഗൗതം താൻ ഏജന്റ് ആണെന്ന കാര്യം കീർത്തനയോട് മറച്ചു വെച്ചല്ലോ. ഇപ്പോൾ കീർത്തനയോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. ഇവൾ എൻ്റെ അനിയത്തിയാണ്, ഇവൾക്ക് ഉടൻ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് പറയുന്നു. ശരി എന്ന് പറഞ്ഞ് അവരും ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിർമ്മല ഒരു ഓഫീസറെ പറ്റിച്ച് അടുപ്പം സ്ഥാപിച്ചല്ലോ, അയാളോട് ഒരു ഹോട്ടലിലേക്ക് വരാൻ പറയുന്നു. അയാളും അത് വിശ്വസിച്ച് വരുന്നുണ്ട്. ഒരുമിച്ചിരിക്കാം എന്ന് വിചാരിക്കുമ്പോൾ നിർമ്മല പറയുന്നുണ്ട്, നിന്റെ സീക്രട്ട് ഒക്കെ എനിക്കറിയാം, എന്നോട് ഒരുപാട് കോൺഫിഡൻഷ്യൽ ആയ കാര്യങ്ങളൊക്കെ നീ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും പുറത്തു പോകാതിരിക്കണമെങ്കിൽ എൻ്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരണം എന്നവർ പറയുന്നു. അയാളും വേറെ വഴിയില്ലാതെ സമ്മതിക്കുന്നു. ഇപ്പോൾ ഹീറോ കീർത്തനയോട് സംസാരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് തൻ്റെ ടീമിലുള്ളവരുടെ മേൽ തന്നെ ഡൗട്ട് ഉണ്ട്. കാരണം അമരൻ എങ്ങനെ ആ സ്ഥലത്ത് വന്നു? ടീമിലുള്ള ആരോ ഒരാൾ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട്. അതാരാണെന്ന് എനിക്കറിയില്ല. എൻ്റെ അനിയത്തെ മാത്രം നീ സേഫായിട്ട് നിന്റെ വീട്ടിൽ വെച്ച് നോക്കിക്കോ. ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്റെ അടുത്തേക്ക് വരാം, നമുക്ക് രണ്ടുപേർക്കും പ്ലാൻ ചെയ്തതുപോലെ ഒന്നിക്കാം എന്ന് പുള്ളി പറയുന്നു. ശരി എന്ന് പറഞ്ഞ കീർത്തനയും അത് സമ്മതിക്കുന്നു. ഇപ്പോൾ കട്ട് ചെയ്താൽ ആ ഓഫീസറെയാണ് കാണിക്കുന്നത്. അമരനെ കാണാനാണ് അവർ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഓഫീസർ ആ പാസ്വേഡ് ഒന്നും നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് പറയുന്നു. അതായത് ശത്രു രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ നേരത്തെ തന്നെ മിസൈലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനുള്ള കോഡാണ് ചോദിക്കുന്നത്. ഈ ഓഫീസർ തരില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അമരൻ ഭീഷണിപ്പെടുത്തി അത് വാങ്ങുന്നു. ഇപ്പോൾ ഹീറോയും ടീമും എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ദിര മാഡത്തെ രക്ഷിക്കണം. ഇന്ദിര മാഡത്തെ ഒരു സ്ഥലത്ത് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടല്ലോ, ആ സ്ഥലത്തിനുള്ളിൽ കടന്ന് ഇന്ദിര മാഡത്തെ രക്ഷിക്കണം എന്ന് ഹീറോ പറയുന്നു. ശരി എന്ന് പറഞ്ഞ് പുള്ളിയുടെ ടീമിലുള്ളവർ ആ സ്ഥലത്തിനുള്ളിലേക്ക് കയറുന്നു. അങ്ങനെ ഇന്ദിരയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ഇപ്പോൾ രക്ഷിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വിചാരിക്കുമ്പോൾ മൂർത്തി എന്ന് പറയുന്ന ഓഫീസർ അവർ പോലും അറിയാതെ അവരെ ഫോളോ ചെയ്യുന്നു. ഇവരെങ്ങോട്ടാണ് പോകുന്നത്, അടുത്ത പ്ലാൻ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയണം എന്ന് കരുതി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമരൻ വഞ്ചകനായി മാറിയതും അതുപോലെ കാമിനി എന്നൊരു പെൺകുട്ടിയെ വെച്ചിരിക്കുന്നതും ഒക്കെ ഇവർക്ക് മനസ്സിലാവുന്നു. കാമിനി എന്ന പേരിൽ എന്തോ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടിയെ വെച്ചാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് ഇന്ദിരയും ഹീറോയും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ ഹീറോ അച്ഛനെക്കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ, നിന്റെ അച്ഛനെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല, ആദ്യം ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് സൂര്യപ്രതാപിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. സത്യത്തിൽ ഇവരെ ട്രെയിൻ ചെയ്തത് തന്നെ സൂര്യപ്രതാപാണ്. വളരെ സത്യസന്ധനായ ഒരു ഓഫീസറായിരുന്നു പുള്ളി. ഒരിക്കൽ ന്യൂക്ലിയർ വെപ്പൺ എവിടെയാണെന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നു. പുള്ളി അത് മേലധികാരികളെ ഏൽപ്പിക്കണമെന്ന് കരുതി കൃത്യമായി ഏൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ ഇത് മറ്റു രാജ്യക്കാർക്ക് വിൽക്കാം, നല്ല കാശുണ്ടാക്കാം എന്ന് പ്ലാൻ ചെയ്തു. ഇതുകൊണ്ടാണ് അച്ഛൻ സ്വന്തം ആളുകളുമായി തന്നെ ഫൈറ്റ് ചെയ്തത്. ഈ വെപ്പൺ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല, നമ്മുടെ കൺട്രോളിൽ വെക്കണം എന്ന് കരുതി പുള്ളി തന്റെ കൺട്രോളിൽ ഒളിപ്പിച്ചു വെക്കുന്നു. കുട്ടികളെയും നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതും ഒളിപ്പിച്ചു വെച്ചാണ് പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സാഹചര്യത്തിൽ അത് സ്ഥലം മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നു. മക്കളെയും കൂട്ടി പുള്ളി പോകുമ്പോഴാണ് അറിയാതെ ഒരു പയ്യനെ വണ്ടി ഇടിക്കുന്നത്. ഇതുകൊണ്ടാണ് പുള്ളിയുടെ കുട്ടികളെ നാട്ടുകാരെ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ പോലും ഈ വെപ്പൺ നമ്മൾ ഒളിപ്പിക്കണം, നമ്മുടെ കുട്ടികളെ വേണമെങ്കിൽ ഉപേക്ഷിച്ച് പോകാം എന്ന് കരുതി കരഞ്ഞുകൊണ്ടാണ് പുള്ളി ഉപേക്ഷിച്ചു പോയത്. മക്കളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇന്ദിരയ്ക്ക് വിവരം നൽകിയിരുന്നു. അതുവഴിയാണ് ഇവർ സംസാരിച്ച് കുട്ടികളെ വിട്ടയച്ചത്. നിന്റെ അച്ഛൻ നല്ലവനാണ്, അത് മനസ്സിലാക്കുക എന്നൊക്കെ അവർ പറയുന്നുണ്ട്. നിന്റെ അച്ഛൻ ആരുടെ കയ്യിൽ കിട്ടരുതെന്ന് ആഗ്രഹിച്ചുവോ അവരുടെ കയ്യിൽ തന്നെ അത് കിട്ടി. ഇപ്പോൾ നിന്റെ അച്ഛനും മരിച്ചുപോയി എന്നൊക്കെ അവർ പറയുന്നു. അങ്ങനെ കട്ട് ചെയ്താൽ കീർത്തനയാണ് കാണിക്കുന്നത്. കീർത്തന ഈ പെൺകുട്ടിക്ക് മാറ്റാനുള്ള ഡ്രസ്സൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവരുടെ സുരക്ഷയ്ക്കായി ഹീറോയുടെ ആളുകൾ കുറച്ചുപേർ വാതിലിനടുത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഇന്ദിരയും ഹീറോയും ഫോളോ ചെയ്ത് മൂർത്തി വന്നല്ലോ. ഇപ്പോൾ ഹീറോ പെട്ടെന്ന് മൂർത്തിയെ ലോക്ക് ചെയ്യുന്നു. വിട് എന്ന് മൂർത്തി പറഞ്ഞപ്പോൾ പുള്ളിയും വിടുന്നുണ്ട്. സത്യത്തിൽ നമ്മൾക്കിടയിൽ തന്നെ ഒരു വഞ്ചകനുണ്ട്, അവനാണ് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് എന്ന് ഹീറോ പറയുന്നു. എടാ നീയാണോ ഈ പണി ചെയ്തത് എന്ന് ബെസ്റ്റ് ഫ്രണ്ടിനെ നോക്കി ചോദിക്കുകയാണ്. ബെസ്റ്റ് ഫ്രണ്ട് അല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഇതാരാണ് ചെയ്തതെന്ന് എനിക്കറിയാം. ഇപ്പോൾ അവിടെയുള്ള പൊന്നുസ്വാമിയെ വ്യത്യസ്തമായി നോക്കുമ്പോൾ പൊന്നുസ്വാമി എനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. എന്നാൽ ഹീറോ നിങ്ങളാണിത് ചെയ്തത് എന്ന് ഞാൻ കൺഫേം ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നു. പൊന്നുസ്വാമിയുടെ വൈഫിന് ക്യാൻസർ പ്രോബ്ലം ഉണ്ടല്ലോ, ട്രീറ്റ്മെന്റിനായി 30 ലക്ഷം രൂപയോളം അടച്ചിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ എവിടുന്ന് 30 ലക്ഷം രൂപ വന്നു? ജോലി പോയില്ലേ എന്ന് ചോദിക്കുന്നു. സത്യത്തിൽ പൊന്നുസ്വാമിയുടെ ജോലി ഓൾറെഡി പോയതാണ്. അമറിന് വേണ്ടി അയാൾ ജോലി ചെയ്യാണ്. ഇതെല്ലാം കരഞ്ഞുകൊണ്ട് ഈ സ്ഥലത്ത് വെച്ച് അയാൾ സമ്മതിക്കുന്നു. നിന്റെ ആളുള്ള സ്ഥലത്തെക്കുറിച്ചും അവനോട് എപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്ന് പുള്ളി പറയുന്നു. അപ്പോൾ കീർത്തനയ്ക്ക് ആപത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഉടനെ വരാമെന്ന് പറഞ്ഞ് ഹീറോ വേഗത്തിൽ അവിടെ നിന്ന് പുറപ്പെടുന്നു. ഇപ്പോൾ കീർത്തനയുടെ വീടിന്റെ വാതിൽ ആരോ മുട്ടുന്നത് പോലെ കേൾക്കാണ്. ആരാണെന്ന് നോക്കാൻ വാതിൽ തുറക്കുമ്പോൾ അവിടെ അമരനാണ് വന്നിരിക്കുന്നത്. ആരെങ്കിലും വന്നാൽ നീ 1 എന്ന നമ്പർ പ്രസ് ചെയ്യണം, എൻ്റെ ആളുകൾ ഉള്ളിലേക്ക് വരും എന്ന് ഹീറോ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇവളും 1 എന്ന നമ്പർ പ്രസ് ചെയ്യുന്നു. അതുകൊണ്ട് പുറത്തുള്ള ഹീറോയുടെ ആളുകൾ ഉള്ളിൽ വന്ന് അമരനുമായി ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ അമരൻ വളരെ കൂളായി എല്ലാവരെയും കൊന്നുകളയുന്നു. ഈ സമയം കീർത്തന ഒരു ഗണ്ണെടുത്ത് അമരന് നേരെ ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു. ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. അതിഥി ഉണ്ടല്ലോ, അവൾ ഹീറോയുടെ അനിയത്തിയൊന്നുമല്ല, അമരന്റെ ആളാണ്. ഷൂട്ട് ചെയ്യാനൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ഗൺ പിടിച്ചു വാങ്ങുന്നു. ഇപ്പോൾ കീർത്തനയുടെ കഥ കഴിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഹീറോ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ആളുകളൊക്കെ മരിച്ചു കിടക്കുന്നുണ്ട്. എന്നാൽ കീർത്തന മാത്രം ജീവനോടെയുണ്ട്. കീർത്തന നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. നീ പറഞ്ഞത് സത്യമായി എന്ന് പറയുന്നു. അപ്പോഴാണ് ഒരു കാര്യം റിവീൽ ചെയ്യുന്നത്. സത്യത്തിൽ ഹീറോയ്ക്ക് നേരത്തെ തന്നെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിഥി നമ്മുടെ അനിയത്തി അല്ലായിരിക്കോ എന്നൊരു ഡൗട്ട് വന്നിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിഥിയെ പുള്ളി വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തല്ലോ. അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ അവൻ വല്ലാതെ ടെൻഷനായി. അനിയത്തിയെ ഷൂട്ട് ചെയ്തതിന് അവൻ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിച്ചത്? അപ്പോൾ ഇവൾ അനിയത്തിയല്ല, പറ്റിക്കുകയാണെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കീർത്തനയുടെ കയ്യിൽ അതിഥിയെ ഏൽപ്പിക്കുമ്പോൾ അവൾക്ക് കൊടുക്കാൻ ഒരു ഡ്രസ്സ് കൊടുത്തിരുന്നു. ആ ഡ്രസ്സിൽ ഒരു ചിപ്പ് വെച്ച് കൊടുക്കാൻ പറഞ്ഞിരുന്നു. ശരിയെന്ന് പറഞ്ഞ അതേപോലെ ഇവളും ഡ്രസ്സിൽ ഒരു ചിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വഴി അവൾ എവിടെ പോകുന്നു എവിടെ വരുന്നു എന്ന് പുള്ളിക്ക് ട്രേസ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇവളുടെ യഥാർത്ഥ പേര് അതിഥി എന്നൊന്നുമല്ല. ഇവളെ സംബന്ധിച്ച് ഇവൾ അമരന്റെ ഗേൾഫ്രണ്ടാണ്. അമരൻ ഒരു പ്ലാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ പ്ലാൻ നടപ്പിലാക്കണമെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കണം എന്നവൻ ചിന്തിക്കുന്നു. സത്യത്തിൽ ഒരു ഓഫീസറുടെ കയ്യിൽ നിന്ന് അവൻ ചില കോഡുകളൊക്കെ വാങ്ങിയല്ലോ. ആ കോഡ് ഉപയോഗിച്ച് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ അവൻ തീരുമാനിച്ചു. പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്താൽ ഭയങ്കര ടെൻഷനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. ആ ഗ്യാപ്പ് മതി, നമ്മൾക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നമ്മൾ ചെയ്യാം എന്ന് ആ പെൺകുട്ടിയോട്, അതായത് ഗേൾഫ്രണ്ടിനോട് അവൻ പറയുന്നു. ഇപ്പോൾ കുറേ മിസൈലുകൾ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതായി ഇവർക്ക് വിവരം ലഭിക്കുന്നു. ആ കോഡ് അറിഞ്ഞാലല്ലേ ഈ കാര്യം ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. ആരാണത് ആക്ടിവേറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവിടെ പരിഭ്രമിക്കുന്നു. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഈ അറ്റാക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല എന്നൊക്കെ പാകിസ്ഥാൻ ഗവൺമെന്റിനോട് സംസാരിക്കുന്നു. എന്നാൽ ആ ഗവൺമെന്റ് അത് അംഗീകരിക്കില്ലല്ലോ. ഇല്ല, നിങ്ങൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങളും തിരിച്ച് അറ്റാക്ക് ചെയ്യും എന്നവർ പറയാണ്. അങ്ങനെ ഇപ്പോൾ സാഹചര്യം കുറച്ച് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇവരെല്ലാവരും കുറച്ച് ബിസി ആവാൻ തുടങ്ങുന്നു. എന്നാൽ ഇതെല്ലാം അമരന്റെ പ്ലാനാണെന്ന് ഹീറോ ഊഹിക്കുകയാണ്. വേണമെന്ന് വെച്ച് ആ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് അവൻ വേറെ എന്തോ പ്ലാൻ ചെയ്യാൻ പോകുന്നു എന്ന് പുള്ളി പറയുന്നു. അമരന്റെ പ്ലാൻ എന്താണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവന്റെ കയ്യിൽ ഇപ്പോൾ 7 ക്യാപ്സ്യൂളുകൾ ഉണ്ടല്ലോ. അതിൽ 2 ക്യാപ്സ്യൂൾ ഉപയോഗിച്ച് ഒരു ന്യൂക്ലിയർ പ്ലാന്റ് നമ്മൾ പൊട്ടിക്കണം. അതിലൂടെ ഒരുപാട് പേര് മരിക്കും, അത് മതി എന്ന് പറഞ്ഞ് അവൻ ഒരു വശത്തെ പ്ലാനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്നലെ ഹീറോയോട് ഒരു വിവരം പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ അമരന്റെ കൂടെ കാമിനി എന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളെ വെച്ചിട്ടാണ് അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നത് എന്ന് തോന്നുന്നു. അവളെക്കുറിച്ച് കുറച്ച് അന്വേഷിക്കുക, അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക എന്നൊക്കെ അവർ പറയാണ്. ഇപ്പോൾ ഹീറോ എങ്ങോട്ടേക്കാണെന്നറിയോ പോകുന്നത്? അതിഥിയുടെ ഡ്രസ്സിൽ ട്രേസ് ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈസ് സെറ്റ് ചെയ്തല്ലോ, അതിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി പോകുന്നതിന് മുമ്പേ തന്നെ ടീം ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വാനിനുള്ളിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഇവരും സേഫായിട്ട് വാൻ ഓപ്പൺ ചെയ്താൽ ഉള്ളിൽ ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. ഇവരെല്ലാവരും പേടിച്ച് മാറി നിൽക്കുമ്പോൾ ഹീറോ ആ സ്ഥലത്തേക്ക് വരുന്നു. ഇത് ഫേക്ക് ബോംബാണെന്ന് പുള്ളി പറയാണ്. നോക്കുമ്പോൾ അത് ശരിക്കും ഫേക്ക് ബോംബ് തന്നെയാണ്. ശരി, ഇവിടെ അതിഥിയാണല്ലോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് കരുതി ഓപ്പൺ ചെയ്താൽ അവിടെ അതിഥിയല്ല ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ നിർമ്മല എന്ന കാമിനിയാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിന്നെ വെച്ചിട്ടാണല്ലോ അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നത്, എന്താണ് പ്ലാൻ എന്ന് പറ എന്ന് പുള്ളി ചോദിക്കുന്നു. ഞാനും അവനെ ഭയന്നാണ് ജോലി ചെയ്തത്. സത്യത്തിൽ അവന്റെ പ്ലാൻ തന്നെ എന്നെ വെച്ചല്ല, ഒരു പവർ പ്ലാന്റിനെ വെച്ചാണെന്ന് അവൻ പറയുന്നു. ആ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ ഷോർട്ട് ഫോം ആണ് കാമിനി എന്നത്. മാഡം, ഇതാണ് അവന്റെ പ്ലാൻ എന്ന് ഇന്ദിരയെ പുള്ളി അറിയിക്കുന്നു. ഇവരൊരുമിച്ച് പോയാൽ അവൻ ഉഷാറാവുമല്ലോ, അതുകൊണ്ട് ചെറിയൊരു ടീമിനെ വെച്ച് ആ സ്ഥലത്തേക്ക് നമുക്ക് കയറണം എന്ന് ചിന്തിക്കുന്നു. ഈ സൈഡിൽ ഇവൻ ആ ഓഫീസർ വഴി ഉള്ളിലേക്ക് കടക്കുന്നു. അതായത് ആ പവർ പ്ലാന്റിലെ പ്രധാനപ്പെട്ട അധികാരത്തിലുള്ള ആൾ വഴിയാണ് ഉള്ളിൽ കിടക്കുന്നത്. ഈ പാകിസ്ഥാനെ വേണമെന്ന് വെച്ച് അറ്റാക്ക് ചെയ്തത് നമ്മുടെ ശ്രദ്ധ തിരിച്ചിട്ട് ഇവിടെ ഒരു വലിയ അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ പ്രധാനമന്ത്രിയോട് ഇന്ദിരയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പവർ പ്ലാന്റിൽ പ്രധാനപ്പെട്ട ചുമതലയുള്ള ആൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ പ്ലാൻ? ഇത് പൊട്ടിച്ച് ഒരുപാട് പേരെ കൊല്ലാൻ പോവാണെന്ന് അവൻ പറയുന്നു. ഈ പവർ പ്ലാന്റ് പൊട്ടിത്തെറിച്ച് നാശം സംഭവിച്ചാൽ ഇവിടെ ഒരു പുൽക്കൊടി പോലും കിളർക്കില്ല എന്നയാൾ പറയുന്നു. ഇതേ കാര്യമാണ് സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ നീ കേട്ടോ? നീ കേട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് ഞാൻ വന്നത് എന്നവൻ പറയുന്നു. അതായത് ഇയാളും ഒരു കാലത്ത് സമരമൊക്കെ ചെയ്തിട്ടുണ്ട്, അതിന് ആരും വില കൽപ്പിച്ചില്ലല്ലോ. വില കൽപ്പിക്കാത്ത രാജ്യത്തിന് നമ്മളെന്തിനു സപ്പോർട്ട് ചെയ്യണം? അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളുമായി ഡീല് സംസാരിച്ച് ഈ വലിയൊരു നാശം അയാൾ പ്ലാൻ ചെയ്യുന്നത്. ഇതെല്ലാം അമരൻ പ്ലാൻ ചെയ്തതല്ല. അമരന് മുകളിൽ റാണ എന്ന് പറയുന്ന ഒരാളുണ്ട്. അവൻ എങ്ങനെയിരിക്കും എന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. അവൻ പറഞ്ഞിട്ടാണ് അമരൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റാണ ആരാണെന്നും കണ്ടുപിടിക്കണം എന്നിവർ ആലോചിക്കുകയാണ്. അതുപോലെ അമരന്റെ ഈ ശ്രമം തടയണമെന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ അമരനും ഗേൾഫ്രണ്ടും ചേർന്ന് കുറച്ച് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആക്കണം എന്ന രീതിയിൽ എല്ലാ ജോലിയും ചെയ്തു വെക്കുന്നു. ഇപ്പോൾ ഹീറോയുടെ ടീമിന് മുഴുവനായിട്ട് ഉള്ളിൽ കയറാൻ കഴിയില്ല, കാരണം ഉള്ളിലുള്ളവർ അലേർട്ട് ആകും. അതുകൊണ്ട് ഹീറോയുടെ ടീമിലുള്ള കുറച്ച് പേര് മാത്രം നൈസായിട്ട് ഉള്ളിൽ കിടക്കുന്നു. ഹീറോ, ഇന്ദിര എന്നിവരെ കൂടാതെ ഇപ്പോൾ ആ കാമിനി എന്ന പെൺകുട്ടിയും ഇവരുടെ ആളായി മാറുന്നുണ്ടല്ലോ. അവർ മാത്രമാണ് ഉള്ളിൽ കയറുന്നത്. ഹീറോയുടെ ടീമിൽ തന്നെ ഹാക്കിംഗ് ഒക്കെ അറിയാവുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളും ഉള്ളിലുള്ള കാര്യങ്ങൾ തടയാൻ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾ ഈ കാര്യം ചെയ്യും, അതിലൂടെ ഞാൻ ഹാക്ക് ചെയ്യാം എന്നൊക്കെ അവൾ പറയുന്നു.
അവൾക്ക് കുറച്ച് ഹെൽപ്പൊക്കെ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ന്യൂക്ലിയർ വെപ്പണിലുള്ള 2 ക്യാപ്സ്യൂളുകൾ ഉപയോഗിച്ച് ഇവർ ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ എങ്ങനെയെങ്കിലും ഡിസ്കണക്ട് ചെയ്യണം എന്നെല്ലാവരും ശ്രമിക്കുന്നു. ഹീറോ ഉള്ളിൽ വന്നത് അമരൻ കാണുകയാണ്. ഹീറോയുമായി അവൻ ആ സ്ഥലത്ത് ഫൈറ്റ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും ഭയങ്കരമായി അവിടെ ഫൈറ്റ് ചെയ്യാണല്ലോ. ഈ സമയം ഇന്നലെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. ഈ സ്ഥലത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഹാക്കിംഗ് ഒക്കെ ചെയ്യുന്ന പെൺകുട്ടിയോട് ചോദിക്കുന്നു. ആ പെൺകുട്ടി പറയാണ്, ഞാനൊരു കാര്യം പറയാം, കുറച്ച് മാറി നിൽക്ക് എന്ന്. അവൾ ആ കാര്യം ചെയ്ത ഉടനെ അവിടെ ഷോർട്ട് സർക്യൂട്ടിൽ എന്തോ പ്രോബ്ലം പോലെ ഉണ്ടാവുന്നു. ഒരു നിമിഷം കറണ്ട് പോയിട്ട് തിരിച്ചു വരാണ്. മാഡം, എങ്ങനെയോ ഇതിനെ ഞാൻ ഡിസ്കണക്ട് ചെയ്തു, എന്നാൽ മാനുവലായി അവൻ ഒരു ബട്ടൺ വെച്ച് പ്രസ് ചെയ്താൽ പോലും ഇത് വീണ്ടും ഓൺ ആവും. അവൻ മാനുവലായി ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്, അത് മാത്രം ഓൺ ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ നോക്കിക്കോ എന്നവൾ പറയുന്നു. ശരി, ഞങ്ങൾ നോക്കിക്കോളാന്ന് അവരും സമ്മതിക്കുകയാണ്. അത് കട്ടായിപ്പോയി, ഇനി മുതൽ നമ്മൾ മാനുവൽ ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന് അമരനും മനസ്സിലാക്കുന്നു. ഇപ്പോൾ അമരൻ വേഗത്തിൽ ആ ബട്ടൺ എടുത്ത് ഓടാൻ നോക്കുന്നു. എന്നാൽ ഹീറോ ആ ബട്ടൺ അവനെ പ്രസ് ചെയ്യാൻ അനുവദിക്കരുത് എന്ന് കരുതി തടഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നു. മാറി മാറി രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫൈറ്റിൽ നമ്മുടെ ഹീറോ അമരനെ കുറച്ച് ഹൈറ്റുള്ള പ്ലേസിൽ നിന്ന് താഴേക്ക് വീഴ്ത്തുന്നു. താഴെ വീണ അമരൻ മരിച്ചു പോവാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ബട്ടൺ ഓൺ ചെയ്താലും ബോംബ് പൊട്ടും, അതേസമയം ഒന്നും ചെയ്യാതെ ടൈം കഴിഞ്ഞാലും ബോംബ് പൊട്ടും. അതിനെ ഡിസ്കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. ലൈറ്റ് ആയിട്ട് ആ ന്യൂക്ലിയർ പ്ലാന്റിൽ തട്ടിയാൽ പോലും ന്യൂക്ലിയർ പ്ലാന്റ് പൊട്ടിത്തെറിക്കും. അടുത്തായിട്ട് കടലുണ്ടല്ലോ, അതിൽ ഇത്രയും റേഡിയസ് മാറിപ്പോയാൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് ഹീറോയ്ക്ക് വിവരം ലഭിക്കുന്നു. ഹീറോ ഉടനെ അവിടെയുള്ള ഒരു ബോട്ട് എടുത്ത് വേഗത്തിൽ ട്രാവൽ ചെയ്യുന്നു. അതായത് ആ ടൈം കഴിയുന്നതിന് മുമ്പേ ഒരുപാട് ദൂരം ഇയാൾ കവർ ചെയ്യണം. ഇയാൾ ദൂരം കവർ ചെയ്യാൻ ആ ബോംബ് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അതിനെ ഉപേക്ഷിച്ചിട്ട് വാ എന്നവർ പറയാണ്. എന്നാൽ ഇയാൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമല്ലോ. ചുമ്മാ വലിച്ചെറിഞ്ഞാൽ പണി പാളുമെന്ന് കരുതി ഒരു നിശ്ചിത ദൂരം വരെ ആ ബോട്ടിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ബോട്ട് പൊട്ടിത്തെറിക്കുന്നു. നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയർ പ്ലാന്റ് വരെ അതിന്റെ പവർ വരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഹീറോ ആ സ്ഥലത്ത് മരിച്ചു പോകുന്നു. അയ്യോ, ഈ ജോലി ചെയ്യാൻ പോയി ഹീറോ മരിച്ചു പോയല്ലോ എന്ന് കരുതി ടീമിലുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. പ്രത്യേകിച്ച് കാമുകിയുണ്ടല്ലോ, അവരാകെ തകർന്നു പോകുന്നു. അവസാനം നിർമ്മല ഇവരുടെ ആളായി മാറിയല്ലോ, അതുകൊണ്ട് നിന്റെ ലൈഫ് നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവളെ വെറുതെ വിടുന്നു. അതേസമയം നമ്മൾ പോയതിനു ശേഷം കീർത്തനയ്ക്ക് ആപത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് ഹീറോ ചിന്തിച്ചിരുന്നു. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നീ സമാധാനമായി വിദേശത്തേക്ക് പോകാൻ ഒരു സെറ്റപ്പ് അവൻ ചെയ്തു വെച്ചിരുന്നു. ഇതുവഴി നീ പൊക്കോ എന്ന് പറഞ്ഞ് ഹീറോയുടെ ഫ്രണ്ട്സ് അതിനുള്ള സെറ്റപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുവഴി അവളും വിദേശത്തേക്ക് പോകുന്നു. അമരൻ മരിച്ചു പോയല്ലോ. എന്നാൽ അമരന്റെ ഗേൾഫ്രണ്ടിനെ ഇവർ കണ്ടുപിടിച്ചിരുന്നു. ആ ഗേൾഫ്രണ്ടിനോട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമരൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. എന്നാൽ അവന് മുകളിൽ റാണ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളിയാണ് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത്. ആ റാണയെ കുറിച്ച് പറ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ റാണയെ ഒരു തവണ പോലും കണ്ടിട്ടില്ല. എന്നാൽ റാണ ഒരിക്കൽ പരിക്കേറ്റ് ഒരു ഗ്രാമത്തിലേക്ക് പോയി. ആ ഗ്രാമത്തിലുള്ളവരാണ് ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്തു കൊടുത്തത്. ആ ഗ്രാമത്തിൽ പോയി അന്വേഷിച്ചാൽ എന്തെങ്കിലും കിട്ടും എന്ന് ആ ഗേൾഫ്രണ്ട് പറയുന്നു. അതുകൊണ്ട് ഇന്ദിര ആ ഗ്രാമത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഒരിക്കൽ ഒരാൾ പരിക്കേറ്റ് വന്നിരുന്നു. നിങ്ങളാണ് ട്രീറ്റ്മെന്റ് കൊടുത്തത്. അയാൾ ആരാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ വലിയ മനുഷ്യൻ ആരാണെന്ന് പറയുന്നു. അങ്ങനെ കട്ട് ചെയ്താൽ വിദേശത്തുള്ള കീർത്തനയെ കാണിക്കുകയാണ്. കീർത്തന നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോ ചിലർ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. കീർത്തന എങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഹീറോയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, ഹീറോ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഹീറോയ്ക്ക് ഒരുപാട് ആഴത്തിലേക്ക് പോകാൻ അറിയാമല്ലോ. അന്ന് ബോംബ് ഇടുന്നതിന് മുമ്പ് പുള്ളി അടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വെള്ളത്തിനടിയിലായതുകൊണ്ടാണ് പുള്ളി രക്ഷപ്പെട്ടത്. ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥലത്തേക്ക് ഇന്ദിര വരുന്നു. നീ ജീവനോടെ ഉണ്ടെന്ന കാര്യം എനിക്കും അറിയാം എന്ന് അവർ പറയുന്നു. അതുപോലെ റാണ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്നും അവർ പറയുന്നു. നിങ്ങൾ റാണയെ കണ്ടുപിടിച്ചതുപോലെ ഞാനും റാണയെ കണ്ടുപിടിച്ചു. റാണയുടെ ആളുകളാണ് എന്നെ വളഞ്ഞിരിക്കുന്നത്. റാണ വേറെ ആരുമല്ല, എൻ്റെ അച്ഛനാണ്. സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് തന്നെ എനിക്ക് ആ ആളുടെ മേൽ ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് ഹീറോ പറയുന്നു. ഇന്ദിര ഒരു ഗ്രാമത്തിലേക്ക് ട്രാവൽ ചെയ്തല്ലോ. ആ ഗ്രാമത്തിൽ എന്താണ് മനസ്സിലാക്കിയതെന്ന് നമ്മളെ കാണിച്ചു തരുന്നു. ഞങ്ങൾ ഈ വ്യക്തിക്കാണ് ട്രീറ്റ്മെന്റ് കൊടുത്തതെന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. സൂര്യപ്രതാപിന്റെ ഫോട്ടോയാണ് കാണിച്ചു കൊടുത്തത്. അതുവഴി സൂര്യപ്രതാപ് തന്നെയാണ് റാണ എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സൂര്യപ്രതാപ് എന്തുകൊണ്ടാണ് വില്ലനായി മാറിയതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നു. ഓഫീസർമാർ വിദേശത്തേക്ക് വിൽക്കാൻ ശ്രമിച്ചു. പുള്ളി അത് തടഞ്ഞ് ആ വെപ്പണിനെ രക്ഷിച്ചു എന്ന് കാണിച്ചല്ലോ. സത്യം അതല്ല. ഓഫീസർമാർ കൃത്യമായി തന്നെയാണ് ജോലി ചെയ്തത്. എന്നാൽ പുള്ളിക്ക് പണം ഉണ്ടാക്കണം എന്നൊരാഗ്രഹം വന്നു. പുള്ളിയാണ് ഓഫീസർമാരുടെ കഥ കഴിച്ച് അത് ഹൈഡ് ചെയ്ത് വെച്ചത്. അതുവഴി വിദേശ രാജ്യങ്ങളുമായി വലിയ ഡീൽ സംസാരിക്കാമെന്ന് കരുതി ഒരുപാട് കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തു. പുള്ളിയെ രക്ഷിക്കാൻ വേണ്ടി അമരൻ വന്നല്ലോ. അമരന്റെ കയ്യിൽ പുള്ളി ജോലിയൊക്കെ ഏൽപ്പിച്ചിരുന്നു. ഞാൻ മരിച്ചുപോയെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളിയെ കൊന്നതുപോലെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടാണ് അവൻ പോയത്. പുള്ളി ശരിക്കും മരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അമരൻ വഴി എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെയാണ് പിന്നിൽ നിന്ന് ചെയ്തത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിയിട്ടാണ് ഈ കാര്യം ചെയ്തത്. ഇപ്പോൾ എന്തിനാണ് ഹീറോയെ തേടി വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ആ 7 ക്യാപ്സ്യൂളുകളിൽ 2 മാത്രമേ അമരൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി 5 ക്യാപ്സ്യൂളുകൾ ഹീറോയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹീറോയെ അന്വേഷിച്ച് ആളുകളൊക്കെ വന്നിരിക്കുന്നത്.
ഇതെല്ലാം മിസ്റ്റർ എക്സ് ആയ സൂര്യപ്രതാപ് ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഈ കാര്യം ഇന്ദിരയ്ക്കും മനസ്സിലാവുന്നു, ഹീറോയ്ക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഫൈറ്റിന് തയ്യാറാണോ എന്ന് ചോദിച്ച് ഷീൽഡ് നൽകുന്നു. പുള്ളിയും ആ ഷീൽഡ് വാങ്ങാണ്. ഇപ്പോൾ ചുറ്റുമുള്ള ആളുകൾ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യാൻ അടുത്തേക്ക് വരികയാണ്. പുള്ളിയും അത് തടഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നു. ഇതിലൂടെ ഈ സിനിമയുടെ കഥ അവസാനിക്കുകയാണ്. അതായത് മിസ്റ്റർ എക്സിന്റെ സെക്കൻഡ് പാർട്ട് കൂടെ വരും എന്നൊരു ലീഡ് കൊടുത്തിട്ടാണ് അവസാനിപ്പിക്കുന്നത്. സോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.